ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിലൊരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. എനിക്ക് ഒരു പ്രോത്സാഹനമായിട്ടാണ് അത് മാറിയത്. ഇനി ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ഞാൻ ഒരു 65 വയസ്സ് ഉണ്ടിപ്പോൾ. പക്ഷേ അതിലൊരു 5 വയസ്സ് പുറകോട്ട് മാറ്റിയിട്ട് ഒരു 60 വയസ്സിന് മുമ്പിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം 60 വയസ്സിന് മുമ്പിലുള്ള എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരും കൂടി വരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഒന്നിച്ച് തന്നെ എല്ലാവർക്കുമായിട്ട് പോകാം. അത് നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് നിങ്ങളെ എല്ലാവരും നോക്കിയിരുന്നപ്പോൾ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആൾക്കാർ വരും, എല്ലാവരും എല്ലാവരും ഇപ്പോഴും എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. അത് ആരാ പറഞ്ഞതെന്നറിയാമോ? ഞാനത് പറയാം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ. ആ കാക്കയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വഴി കാത്തു നിൽപ്പുണ്ട്, ഇടവഴിയിൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലോട്ട് വാ, എളുപ്പം വാ, ഞാനിവിടെ നോക്കി നിൽക്കുകയല്ലേ. വന്നോളൂ എല്ലാവരും, വാ, നമുക്ക് അകത്തോട്ട് പോകാം. ആ ഇടവഴി കൂടെ കയറി വരുമ്പോൾ കണ്ടില്ലേ, അവിടെ ഒരു കുളം കണ്ടില്ലേ? ആ കുളത്തിൻ്റെ അവിടെ, ആ കുളത്തിനൊരു കഥയുണ്ട്. ആ കുളത്തിൻ്റെ കഥ ഞാൻ ഈ വീടൊന്ന് കാണിച്ചിട്ട് പിന്നെ പറയാം. നമുക്കെല്ലാവർക്കും കൂടെ പോകാം എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ ഇതെൻ്റെ ഓർമ്മയാണ്. ഇപ്പോഴേ ഉള്ള വീട് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ആ വീടിനെ പറ്റി. പക്ഷേ അന്നത്തെ എൻ്റെ ഓർമ്മകളിലേക്ക് വേണം നിങ്ങൾ വരാൻ. ഇല്ലെങ്കിൽ യഥാർത്ഥ വീടെന്നെ കാണിച്ചില്ലല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്ന് ആരും അങ്ങനെ പറയരുത്. കാരണം എൻ്റെ ഓർമ്മകളിലെ എൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് കയറി വരിക. പിന്നെ എൻ്റെ വീടിൻ്റെ നമുക്കെല്ലാവർക്കും കൊണ്ട് മുന്നോട്ട് നടന്ന് വടക്കേപ്പുറത്തൂടെ പോയി. അവിടെ 2 സൈഡിൽ നിറച്ച് ചെടികളുണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. നല്ല ചെടികൾ, നല്ല കനകാംബരം, പിന്നെ നല്ല ഒരു ജാമ്പയ്ക്ക മരം, ഇതെല്ലാം ഉണ്ട്. അവിടുന്ന് നമുക്ക് നേരെ കിഴക്കോട്ട് പോകുമ്പോൾ വടക്കേപ്പുറത്തെ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുക്കള കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വളരെ വിസ്താരമായ നല്ല പഞ്ചസാര മണൽ വിരിച്ച ഒരു മിറ്റമുണ്ട്. ആ മിറ്റത്തിൻ്റെ കണ്ടില്ലേ, 2 സൈഡിലും നിറച്ച് ചെടികൾ പൂത്തു നിൽക്കുന്നത്. അത് ഏത് ചെടിയല്ല, റോസാപ്പൂവാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. നല്ല വെളുത്ത റോസാപ്പൂക്കളുണ്ട്, ചുവന്ന റോസാപ്പൂവ്, ബട്ടൺ റോസ്, എന്ത് പടന്നാ മേളോട്ട് കിടക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ കണ്ടില്ലേ ഒരു നല്ലൊരു നടുമിറ്റം. ആ നടുമിറ്റത്തിൻ്റെ 2 സൈഡിലും നല്ല 2 അരമതിലുകൾ. നമുക്ക് സുഖമായിട്ട് അതിൽ വൈകിട്ട് ഒന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നടുവിന് വേദനകളും പമ്പ കിടക്കും. അതുപോലെ ചൂട്, രാത്രി 12 മണിയായാലും ആ അരമതിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മേളോട്ട് നോക്കിയാൽ എന്താ കാണുന്നത്? ആകാശമല്ല കാണുന്നത്. അവിടെ ഒരു സൈഡ് മൊത്തം കർട്ടൻ പ്ലാന്റ് പടുത്തിയിട്ടുണ്ട്. ആ കർട്ടൻ പ്ലാന്റ് ഇങ്ങനെ വളർന്ന 4 സൈഡിലും കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആകാശത്തിനെ മൂടത്തക്കവണ്ണം അവിടെ നിൽക്കുന്ന ഫ്രാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും പ്രധാനം. ആ ഫ്രാഷൻ ഫ്രൂട്ട് നിങ്ങൾ നോക്കിക്കേ, ആ കയറിലെല്ലാം പടന്ന് പന്തലിച്ച് കിടന്ന് എത്ര ഫ്രാഷൻ ഫ്രൂട്ടാണ് താപ്പോട്ട് നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ ഫ്രാഷൻ ഫ്രൂട്ട് തരാം കേട്ടോ. ഇനിയും നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ എത്ര വലിയ തിണ്ണയാന്ന് നോക്കിയേ. ആ തിണ്ണ പിന്നെ അതിനോട് ചേർന്ന് നല്ല ഉരുളൻ സിമെൻറ്റിലുണ്ടാക്കിയ 2 നല്ല മതിലുകൾ, കിടക്കാനുള്ള 2 അരമതിലുകളുണ്ട്. അകത്തുമുണ്ട് 2 അരമതിൽ, പുറത്തുമുണ്ട് 2 അരമതിൽ. പിന്നെ ഈ നടുമുറ്റത്തിനൊരു കഥയുണ്ട്. ആ നടുമുറ്റത്താണ് ഏറ്റവും മുമ്പേ കയറി വന്ന ആ നടുമുറ്റത്താണ് എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിലെ 3 പറ നിലമുണ്ട്. ആ നിലത്തിൽ കൊയ്യുന്ന നെല്ലിൻ്റെ കറ്റകളും അതുപോലെ എള്ളിൻ്റെ കറ്റകളും അടുക്കി കെട്ടിക്കൊണ്ടു വെക്കുന്നത്. അതെത്ര ഭംഗിയാണ് കാണാനെന്നറിയാമോ? അതിൻ്റെ മേളിൽ അതിൽ രാവിലെ ഉണർന്നാലുടനെ അതിലോട്ട് നോക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ആ കതിർമണികളിൽ ലോകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതാണ് നടുമുറ്റത്തിനുള്ള ജോലി. അത് വെക്കാൻ വേണ്ടിയാണ് അതവിടെ കിടക്കുന്നത്. പിന്നെ ആ തിണ്ണയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ല സുന്ദരമായ ഒരു തിണ്ണയുണ്ട്. കുറഞ്ഞത് ഒരു 25-30 പേർക്ക് സുഖമായിട്ട് കിടക്കാം ആ തിണ്ണയിൽ തന്നെ. നല്ലൊരു തിണ്ണയാണ്. അതിൻ്റെ വടക്കുവശത്തായിട്ട് നല്ലൊരു അടുക്കളയെന്ന് പറഞ്ഞാൽ 3 അടുപ്പുണ്ട്. വിറക് കത്തിക്കുന്ന 3 അടുപ്പുകൾ, അതിൻ്റെ മണ്ടയ്ക്ക് വിറക് വയ്ക്കാനുള്ള ഒരു
തട്ട്, അതിൻ്റെ സൈഡിൽ ഉപ്പും ഉണക്കമീനും വയ്ക്കാനായിട്ട് 2 നല്ല ഉറികൾ. ആ ഉറിയിൽ മീൻ പൂച്ച കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അമ്മ ഉണക്കമീൻ വെക്കുന്ന ഉറിയാണ് ഒന്ന് ഉപ്പ് വെക്കുന്ന ഉറിയാണ്. അതും കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് നമ്മൾ പുറകോട്ട് വരുമ്പോൾ അവിടെ നല്ല ഒന്നാന്തരം മാന്തടിയിൽ നിർമ്മിച്ച നല്ല ഒന്നാന്തരം ഒരു മേശയും, അന്ന് കസേരയില്ല, ഊണ് മേശയ്ക്ക് 2 സൈഡിലും 2 ബെഞ്ച്, നീളത്തിലുള്ള ബെഞ്ച്, ഒരു 5 10 പേർക്ക് ഉണ്ടാകുന്ന ഒരു ബെഞ്ച്. അത് കഴിഞ്ഞ് പുറകിലൊരു ബെഡ്റൂം, വടക്ക് വശത്ത്, പടിഞ്ഞാറ് വശത്ത് ഒരു ബെഡ്റൂം, തെക്ക് വശത്ത് ഒരു ബെഡ്റൂം. ആ തിണ്ണയുടെ നടുക്കായിട്ട് 2 മച്ചിട്ട നല്ല 2 റൂമുകൾ. ഒന്ന് ഒരു പൂജാമുറി, അതിൽ എല്ലാ ഭഗവാന്മാരെയും വെച്ചിരിക്കുന്ന ഒരു പൂജാമുറി, പിന്നെ വലിയൊരു വീട്ടിലെ തടിയിലുണ്ടാക്കിയ ഒരു വലിയൊരു പെട്ടി. അന്ന് അമ്മയുടെ കാലത്ത്, അമ്മയുള്ളപ്പോൾ അതിനകത്ത് തുണികളെല്ലാം അടുക്കി വെക്കുന്നത്. എന്നിട്ട് പാറ്റകുടിയെ മേടിച്ച് അതിനകത്തിടും. എന്ത് സ്മെല്ലാണെന്നറിയോ? രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അതിൽ നിന്നൊരു ഉടുപ്പെടുത്തിട്ട് സ്കൂളിൽ പോകുമ്പോൾ നല്ല മണമാണ് പാറ്റകുളിയുടെ. എല്ലാ പിള്ളേരും ചോദിക്കും, ഇതെന്തായി മണം? സത്യത്തിൽ ആ പാറ്റകുളിയുടെ മണോ ആ പെട്ടിയിൽ നിന്ന് എടുക്കുമ്പോഴൊരു പ്രത്യേക ഒരു ഇതാണ് നമുക്കുണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വീട്ടിലെ തന്നെ തടിയിലുണ്ടാക്കിയ ഒരു അലമാര, പിന്നെ അതിൻ്റെ വേറൊരു സൈഡിലായിട്ട് അച്ഛന് വായിക്കാനുള്ള രാമായണവും ഭാഗവതവും ഗീതയും അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം വെക്കുന്ന ഒന്ന്. അപ്പോൾ അകത്ത് ഞങ്ങൾ വിളക്ക് കത്തിക്കും. പിന്നെ അതിൻ്റെ തെക്കേ വശത്തുള്ള മുറിൻ്റെ മുൻവശത്ത് നല്ലൊരു സ്വീകരണമുറി. ആ സ്വീകരണമുറി സത്യത്തിൽ ഒരു അലങ്കാരമായിരുന്നു അന്നത്തെ കാലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് പുറകോട്ട് പോയി ഒരു 65 വർഷം മുമ്പ് ഇത്രയും വലിയൊരു വീട്ടിലാണ് എൻ്റെ ജനനം ഉണ്ടായത്. ആ സ്വീകരണ മുറിയിലാണെന്ന് പറഞ്ഞാൽ തന്നെയും അതിൻ്റെ 4 സൈഡിലും എൻ്റെ ആങ്ങളമാരെല്ലാവരും പഠിച്ച കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ ഫോട്ടോകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ നടുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ ഒരാളിരിപ്പുണ്ട്. ഒരു 3 കാലിൻ്റെ വലിയൊരു ടേബിൾ, ഒരു പൊക്കമുള്ള ഒരു 5 അടി 4.5 5 അടി പൊക്കമുള്ള ഒരു സ്റ്റാൻഡ്, 3 കാലേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ മേളിലുള്ള ആരായിരിക്കുന്നതെന്നറിയാവോ? ഭഗവാന്മാരൊന്നുമല്ല, നല്ല ഒന്നാന്തരം ഒരു മർഫിയുടെ റേഡിയോ, അതിനൊരു കമ്പും മണ്ടയ്ക്കോട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല ഒന്നാന്തരം അത് ഉറക്കത്തിൽ വെക്കും. അത് വെച്ച് കഴിയുമ്പോൾ രാവിലെ പ്രഭാത വാർത്തകൾ എന്നും പറഞ്ഞ് അത് വരും, പ്രഭാത ഗീതങ്ങൾ, പിന്നെ നല്ല ഒന്നാന്തരം സിനിമാ പാട്ടുകൾ, ഇതെല്ലാം ഉണ്ട് ആ സ്വീകരണമുറിയിലുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പിൽ ആ സ്വീകരണമുറിയുടെ മച്ചിലൊരു വേറൊരു കഥയുണ്ട്. അതാന്ന് പറഞ്ഞാൽ അണ്ണാന്മാർ, നമ്മുടെ അണ്ണാനില്ലേ, അണ്ണാന്മാർ വന്ന് അതിനകത്ത് മുഴുവനും കൂട് വയ്ക്കും. കൂട് വെച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അതിനകത്ത് പ്രസവിച്ച് വയ്ക്കും. നേരം എടുത്ത് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അണ്ണാൻ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പൊക്കിയെടുത്ത് മച്ചിലേക്ക് തിരിച്ചു വെക്കാനേ നേരമുള്ളൂ. അങ്ങനെ ഇത്രയും ഭംഗിയായ ഒരു വീടാണ് എൻ്റെ. പിന്നെ 4 വശവും നല്ല ഭംഗിയുള്ള കുറേ പറമ്പുകളുണ്ട് 4 വശവും. പക്ഷേ എൻ്റെ ഈ വീടിനുകൊണ്ടൊരു രഹസ്യം, ഒരു കഥ. എല്ലാവർക്കും വീടുണ്ട്, എല്ലാവരുടെയും വീട് സിമെൻറ്റിലും കട്ടയിലും ഒക്കെയാണ് എല്ലാവരും കെട്ടുന്നത്. പക്ഷേ എൻ്റെ ആ വീടിൻ്റെ പേരെന്താ, ആ വീടിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ നമുക്ക് പറ്റില്ല. പെയിൻ്റ് അടിക്കാനേ പറ്റില്ല. കാരണം ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിന്, അന്നും എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു. ഒരു ജോലിയും പുറമേ ചെയ്യേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. മുറ്റം തൂക്കാനും, തുണി നനയ്ക്കാനും, പശുവിനെ കറക്കാനും, പശുവിനെ കൊണ്ടുപോകാനും, പിന്നെ എല്ലാത്തിനും എല്ലാ വേലക്കാരും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അടുക്കളയിലെ ജോലികൾ അമ്മയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ വീടിൻ്റെ രഹസ്യമാണ്. അന്നൊക്കെ അമ്മയോട് ഞങ്ങൾ ചോദിക്കും, എന്താ അമ്മ ഈ വീടിന് പെയിൻ്റ് അടിക്കാൻ നമുക്ക് പറ്റാത്തത്? എല്ലാ വർഷമൊന്നും വീടൊന്നും കഴുകത്തില്ല, നമ്മളെപ്പോഴാണ് വീട് കഴുകുന്നത്? നമ്മുടെ ഓണത്തിന് എല്ലാം അടിച്ചു വാരി തൂത്ത്, വിഷുവിനുമൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്ന ഓണത്തിന് തന്നെയാണ്. ഈ ഓണത്തിന് ഞങ്ങളും കഴുകാൻ പോകുമ്പം താഴത്തെ കരിങ്കല്ലിട്ട ഫൗണ്ടേഷൻ മാത്രമേ അന്നത്തെ കാലത്ത് അത് മണ്ണ് മാറ്റി അത് ചകിരി കൊണ്ട് തേങ്ങാത്തൊണ്ട് കൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് അതിനകത്ത് വൈറ്റ് വാഷ് ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ മേളത്തെ ഭാഗങ്ങളോ നല്ല സോപ്പ് വെള്ളം ബക്കറ്റിനകത്ത് കലക്കിയിട്ട് നല്ലപോലെ ചകിരി കൊണ്ട് കഴുകി അത് ക്ലീനായിട്ട് വൃത്തിയായി വരും. അതിൽ നമ്മുടെ മുഖം കാണാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ വീടിനകത്തുള്ള എല്ലാ റൂമുകളിലും ഉള്ള ഭിത്തി അത്തരമാണ്. നല്ല സുഖമായിട്ട് നമ്മുടെ മുഖം കാണാൻ പറ്റും. കണ്ണാടി വേണ്ട, അതേപോലെ തിളക്കമുള്ളതായിരുന്നു എൻ്റെ ഭിത്തികൾ. അതൊരു വശം പൊട്ടിയാൽ പോലും ഒരു സിമെൻ്റ് ഇട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താണ് ഈ വീട്ടിൽ ഇങ്ങനെ? അപ്പോൾ അമ്മ പറയും, അമ്മയുടെ അച്ഛനൊരു കോടീശ്വരനായിരുന്നു, ഒരു ജന്മിയായിരുന്നു. പുള്ളിക്ക് കുറേ പൈസകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മ മരിച്ചപ്പോൾ അപ്പോൾ വേറെ വിവാഹമൊന്നും
കഴിക്കാതെ അമ്മയെ മാത്രം പുന്നാരമായിട്ട് മകളായി വളർത്തി അങ്ങനെ അപ്പൂപ്പൻ അമ്മയ്ക്ക് സമ്മാനമായി കൊടുത്ത വീടാണത്. ആ വീട് എന്ത് ഭംഗിയാണെന്ന് കാണാൻ ഇപ്പോൾ പോകുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, നിങ്ങളത് കാണണം. അപ്പോൾ അങ്ങനെ ഒരു വീടായിരുന്നത്. അന്ന് അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു, ഈ വീടിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛന് ഇതിനകത്ത് സിമെൻ്റ് ഇട്ട് പണിയുമ്പോൾ അതിനകത്ത് ശർക്കര, പാല്, തേന്, പഞ്ചസാര, മുട്ട, ഇതിലും കൂടിയ സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കാരണം വർഷങ്ങൾ കുറേ ആയില്ലേ. അന്ന് പറഞ്ഞു തന്ന ഓർമ്മകളാണ്. അതൊക്കെ ഇട്ടാണ് ഈ വീടുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇതിന് തിളക്കവും, അതുകൊണ്ടാണ് ഇതിന് പെയിൻ്റ് അടിക്കാൻ പറ്റാത്തതെന്ന്. അത്രയും ഭംഗിയായ ഒരു വീട് ആ സമയത്ത് 65 വർഷം മുമ്പ് ഞങ്ങളുടെ അടുത്തിടയിലെങ്കിലും ഇല്ലായിരുന്നു. സത്യത്തിൽ ഏറ്റവും നല്ലൊരു വീടായിരുന്നത്. അങ്ങനെയാണ് എൻ്റെ വീട്. ആ വീടിൻ്റെ വടക്കേ വശത്ത് ഇത്രയുമാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ഈ വീടിൻ്റെ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ എനിക്ക് എത്ര ബെഡ്റൂം, എത്ര ഇതുകൊണ്ട്, ഒരു അടുക്കളയുണ്ട്, ഒരു ഡൈനിങ് റൂമുണ്ട്, 3 ബെഡ്റൂമുണ്ട്, ഒരു പൂജാമുറിയുണ്ട്, പിന്നെ നടുക്കായിട്ട് പത്തായത്ത് ഇടാനുള്ളൊരു മുറിയുണ്ട്. ആ പത്തായ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നെല്ല് കൊണ്ടുവരുമ്പോൾ വീട്ടിൽ തന്നെ മരം വെട്ടി ഉണ്ടാക്കിയ ഒരു പത്തായത്തിൻ്റെ ഒന്നിൽ അരിയിടും, ഒന്നിൽ നെല്ലിടും, അങ്ങനെയുള്ളൊരു വീട്. അതിൻ്റെ മേളിൽ കൂടെ ഏണിപ്പടി വെച്ചിട്ട് മേളിലൊരു പത്തായ മേളിലുണ്ട് ഒരു അറയുണ്ട്. അവിടെ കയറുന്ന രഹസ്യം ഓണത്തിനുള്ള രഹസ്യമാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ഏണിപ്പടിയിൽ കൂടി ഞങ്ങൾ മകളിലോട്ട് കയറും, തട്ടുംപുറത്ത് കയറും. അതിനെ തട്ടുംപുറം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ വീട്. അപ്പോൾ 3 ബെഡ്റൂമായി, ഒരു ഹോളായി, ഒരു വിസിറ്റിംഗ് റൂമായി, ഒരു വരാന്തയായി, ഒരു നടുമിറ്റമായി, ഒരു അടുക്കളയായി, ഒരു ഡൈനിങ് റൂമായി, പിന്നെ ആട്ടുകല്ലും അരകല്ലും ഇടാനുള്ള ഒരു വീട്, പിന്നെ ഒരു കുളിമുറി, ഒരു കിണർ. ഇത്രയാണ് എൻ്റെ വീട്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായില്ലേ എൻ്റെ വീട്? പിന്നെ എൻ്റെ വീടിനൊരു പേരും കൂടെ ഉണ്ട്. അത് ഞാൻ പിക്ചറിടാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്ന്. പിന്നെ കുറേ സെൻറ്റ് പുരയിടം അതിൻ്റെ 4 സൈഡിലും, പിന്നെ തെക്കേപ്പുറത്ത് നല്ലൊരു ഇരുത്തിലും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നല്ല എരുത്തിലായിരുന്നു. അവിടെ 2 പശുക്കളുണ്ടായിരുന്നു. ആ പശുവിനൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു വെളുത്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ നന്ദിനി എന്നാണ് ഇട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മൃഗങ്ങളെ വളർത്തുന്നതിന്. അന്നും ഇന്നും എനിക്ക് വളരെ താല്പര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ലൈനായിരുന്നത്. അതിൻ്റെ പേരാണ് നന്ദിനി. പിന്നെ ഒരു ആടിനെ ഞാൻ വളർത്തിയിരുന്നു, അതിൻ്റെ പേരാണ് മണി. പിന്നെ ഞങ്ങൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് നീലൻ. പിന്നെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് കറമ്പൻ. അപ്പോൾ എനിക്ക് എത്ര കൂട്ടുകാരായി? 2 പശുക്കൾ, ഒരു പട്ടി, ഒരു പൂച്ച, ഒരാട്, 5 പേരെൻ്റെ കൂടില്ലേ. പിന്നെ എൻ്റെ അധികമുള്ള ജീവിതങ്ങൾ മുഴുവനും പഠിത്തത്തിലായിരുന്നു. അതിനെപ്പറ്റി വലിയൊരു കഥയാണ് സ്കൂൾ ജീവിതം. എത്ര സന്തോഷമായിരിക്കും അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലെന്നാരും വിചാരിക്കരുത്. ഒരു കാപ്പി ഉണ്ടാക്കി തരാൻ ഞാൻ എപ്പോഴെങ്കിലും നാളെ നോക്കട്ടെ, നാളെ ഒരു കാപ്പി ഇടാം നമുക്ക്. അങ്ങനെ എൻ്റെ വീടിൻ്റെ കഥകൾ എല്ലാവർക്കും മനസ്സിലായി. ആ പഞ്ചാര മണ്ണിലിരുന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ എൻ്റെ വീടൊക്കെ കണ്ടിട്ട് നിങ്ങൾ പോകണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ സമയമല്ലേ? എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ പോകണ്ടേ? അതുകൊണ്ട് എൻ്റെ കഥ കേൾക്കാൻ നാളെ തീർച്ചയായും എൻ്റെ എല്ലാ കൂട്ടുകാരും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കൂട്ട് എനിക്ക് കിട്ടിയ എല്ലാ സപ്പോർട്ടുകളും എൻ്റെ വലിയൊരു കഥയാണ്, എപ്പോഴൊന്നും അവസാനിക്കില്ല. കാരണം ഇപ്പം ജീവിതം, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, കുട്ടികളുടെ കുട്ടികളും ഒക്കെ ആയി. അപ്പോൾ എൻ്റെ നീണ്ട കഥയല്ലേ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെയുള്ള എന്നിലെ ഈ കഥകൾ നിങ്ങൾ സ്വന്തം ഹൃദയത്തിലേറിക്കൊണ്ട് എന്നെ നിങ്ങൾ സ്വന്തമാക്കണം ആദ്യമേ. അല്ലെ എൻ്റെ ചേച്ചിയാണെന്നോ എൻ്റെ അമ്മയാണെന്നോ ആരെങ്കിലും നിങ്ങൾ എന്നെ വിചാരിച്ചിട്ട് എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മുന്നേറി എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും കമൻറ്റുകൾ എഴുതണം. കാരണം ആ കമൻറ്റാണ് എൻ്റെ പ്രചോദനമായിട്ടുള്ളത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്നോ, ശരിയാണെങ്കിൽ ശരിയാണെന്നോ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നോ, അതേ വലിച്ചു നീട്ടി പോകുന്നെന്നോ, എന്തായാലും നിങ്ങൾ തീർച്ചയായും എന്നോട് പറയണം, സഹകരിക്കണം. നാളെയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.